കാവേരിയിലെയും അതുപോലെ തന്നെ മെപ്പത്ത് ഡാമിൻ്റെയും പേരിൽ തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ ചുഴിയാണ് ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ രാഷ്ട്രീയം വല്ലാതെ ചൂട് പിടിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് വനിതാ ബില്ല്, സംവരണ ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവരാനുള്ള ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തമിഴ്നാട്ടിൽ ഈ കാവേരിയിലെയും അതുപോലെ ഡാമിലെയും ഒക്കെ വെള്ളം, മുല്ലപ്പെരിയാർ ഡാമിലെയും തമിഴ്നാട്ടിലെ ഡാമിലെയും ഒക്കെ വെള്ളം ഡൈവേർട്ട് ചെയ്ത് പോകാതിരിക്കാനും കിട്ടാതിരിക്കാനും, കർണാടകത്തിലെ ഡാമിൽ വെള്ളം കിട്ടാനും കിട്ടാതിരിക്കാനും ഒക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. വലിയ തർക്കമാണ് കാവേരിയുടെ പേരിൽ തമിഴ്നാടും കർണാടകവും തമ്മിൽ നടക്കുന്നത്. അതിനുവേണ്ടി കർണാടകത്തിൽ വിജയ് ചർച്ചയ്ക്ക് പോകാം എന്നൊരു തീരുമാനം പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും തമിഴ്നാട്ടിൽ നിന്നാരും അങ്ങോട്ട് ചർച്ചയ്ക്ക് പോകണ്ട, അങ്ങനെ കർണാടകയിലെ മുഖ്യമന്ത്രി ശിവകുമാറിന് താല്പര്യമുണ്ടെങ്കിൽ തമിഴ്നാട്ടിലോട്ട് വരട്ടെ ചർച്ചയ്ക്ക്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് വലിയ പൊളിറ്റിക്സ് കളിക്കുകയാണ് എം കെ സ്റ്റാലിൻ. ആ പൊളിറ്റിക്സ് കളിക്കുന്നതിനിടയിലാണ് സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അതും തമിഴ്നാട്ടിൽ വലിയ കോളിളക്കമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് കാവേരി വിഷയം വളരെ സീരിയസ് ആയിട്ട് ഉയർന്നു വരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാറാണ് നമ്മളുടെ താല്പര്യം. 4-5 ജില്ലകളിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു 10-35 ലക്ഷം വരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് ഭീഷണി. ഒരു ജലബോംബ് പോലെ ഇതിങ്ങനെ തലയ്ക്ക് മണ്ടയിൽ കയറി നിൽക്കുകയാണ്. 130 വർഷങ്ങൾക്ക് മുമ്പ് പണിത ഒരു ഡാം, 10-70 വർഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കാൻ ആയുസ്സുമുള്ളൊരു ഡാം ഇപ്പോൾ 130 വർഷങ്ങളായി അതിങ്ങനെ എപ്പോൾ വീഴട്ടെ എന്ന നിലയിൽ നിൽക്കുകയാണ്. സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി കൊണ്ടും മഴയുടെ പ്രശ്നങ്ങൾ കൊണ്ടും ഭൂകമ്പത്തിൻ്റെ വിഷയങ്ങൾ കൊണ്ടും എപ്പോൾ പൊട്ടണം എന്ന് മനസ്സിലാവാതെ ഇരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. അപ്പോൾ അത് എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചും നമുക്ക് വലിയ ആശങ്കയാണ്. അപ്പോൾ തമിഴ്നാട് ഇടയ്ക്ക് പറയുന്നുണ്ട് അവർ ഇതിൻ്റെ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഹൈറ്റ് ഉയർത്തും, വെള്ളം 156 അടിയിലേക്ക് വെള്ളം കൊണ്ടുപോകാനായിട്ടുള്ള ഞങ്ങൾക്ക് അങ്ങനെ 146 അടി വരെ കൊണ്ടുപോകാൻ അവകാശമുണ്ടെന്നാണ് തമിഴ്നാട് പറയുന്നത്. കാരണം പഴയ എഗ്രിമെൻ്റ് അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ സുപ്രീം കോടതി വരെ ഇടപെട്ടിട്ട് പറഞ്ഞു 142 അടിയിൽ 1 മില്ലിമീറ്റർ പോലും കൂടാൻ പറ്റില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ അവർക്ക് 156 ആക്കണം, സുപ്രീം കോടതി 142, നമ്മെ സംബന്ധിച്ചിടത്തോളം 136 ആക്കണം. ഇതാണ് നമ്മുടെ ഡിമാൻഡ്. പിന്നെ ഡാം കെട്ടണം എന്നൊരു വിഭാഗം പറയുന്നുണ്ട്. ഈ മുല്ലപ്പെരിയാറിൽ ഡാം കെട്ടിയാൽ കുറേ പ്രശ്നം പരിഹരിക്കും. പക്ഷെ അപ്പോഴൊക്കെ ഉള്ള സംശയം, ഇത് ഡാം കെട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ സുരക്ഷിതമാക്കിയത് കൊണ്ടോ മാത്രം എത്ര കാലം ഇങ്ങനെ ഒരു വയോധികനെയും കൊണ്ട് അല്ലെങ്കിൽ തീരാരോഗിയെയും കൊണ്ട് എത്ര കാലം ഒരു സ്റ്റേറ്റിന് മുന്നോട്ട് പോകാൻ പറ്റും? കാരണം 999 വർഷത്തേക്കാണ് എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 138 വർഷമേ ആയിട്ടുള്ളൂ. ഇനിയും കിടക്കുന്നു 10-700 വർഷത്തിലധികം. അപ്പോൾ അത്രയും വർഷക്കാലം എങ്ങനെയാണ് ഒരു കരാർ കൊണ്ടുപോവുക നമുക്ക്? അപ്പോൾ കരാർ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാൽ പുതിയ ഡാം കെട്ടുമോ? പുതിയ ഡാം കെട്ടിയാൽ അതിനുള്ള സ്ഥലം അന്വേഷിക്കണം, സൗകര്യങ്ങൾ വേണം, തുക വേണം, 10-500 കോടി രൂപ വേണം. ഓക്കെ, അതെല്ലാം നമ്മൾ ഉണ്ടാക്കിയാലും അതിൽ നിന്ന് വെള്ളം എടുക്കണമെങ്കിൽ വേറെ താരിഫായിരിക്കും, വേറെ ഇലക്ട്രിസിറ്റി ചാർജ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ കൊടുക്കും? ഇതിനകത്ത് അങ്ങനെയുള്ള തുടങ്ങിയ വലിയ ഒരു കൺഫ്യൂഷനാണ് ഉള്ളത്. പ്രത്യേകിച്ച് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് തമിഴ്നാട് ഒരു സേഫ് സോണിൽ നിൽക്കുകയാണ്. അവർക്കിവിടെ ഇത് ബാഡ് പ്ലേ കളിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവർ അങ്ങനെ നിൽക്കും. എന്നാൽ സെൻട്രൽ വാട്ടർ കമ്മീഷനുണ്ട്, ഡാം സേഫ്റ്റി അതോറിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്, തമിഴ്നാടുണ്ട്. ഈ 5 ഏജൻസികളും തമ്മിൽ ഒരു കോർഡിനേഷൻ നടത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. പക്ഷേ ആ കോർഡിനേഷൻ ആര് നടത്തും, എപ്പോൾ നടത്തും, എങ്ങനെ നടത്തുമെന്ന് ആർക്കും ഒരു പിടിയില്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല നിലയിലാണ് പോകേണ്ടിയിരുന്ന ഒരു സംവിധാനം, ഒരു ഡാമിൻ്റെ മാനേജ്മെൻറ്റ് സംവിധാനം ആകെ അലുമ്പായാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇത് അലുമ്പാവുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഇരട്ട പ്രഹരമാണ്. അവിടെ കനിമൊഴി MP ഒക്കെ പറഞ്ഞിട്ടുണ്ട്, CPM-ന് 2ഉം BJP-ക്ക് അല്ല കോൺഗ്രസ് 2ഉം ഒക്കെ ഉള്ള കക്ഷികളുണ്ട്. അവർക്ക് നാമമാത്രമായ കക്ഷികൾ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും കൂടെ ഇതിനകത്ത് നിൽക്കുകയാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം അവിടെ തമിഴ്നാട്ടിൽ സർവകക്ഷി യോഗം വിളിച്ചു. യോഗത്തിൽ നിന്ന് DMK-യും ADMK-യും ഇറങ്ങിപ്പോയി. CPI CPM-ഉം ലീഗും ഇപ്പോൾ വിജയുടെ പാർട്ടിയുടെ ഭരണത്തിലുള്ളതുകൊണ്ടായിരിക്കാം അവർ ഇരുന്നു, ബാക്കിയുള്ളവർ ഇറങ്ങിപ്പോയി. ഇനി അവരുടെ സ്റ്റാൻഡ് എന്താണെന്നറിയില്ല. കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ ഈ രാഷ്ട്രീയമായിട്ട് വരുന്ന ഈ പ്രശ്നത്തെ, കർണാടകയുമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നത്തെ രാഷ്ട്രീയമായിട്ടാണ് തമിഴ്നാട് കാണുന്നതെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നില്ല. അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വലിയ തർക്കത്തിൽ നിൽക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഭരണപക്ഷത്തിൽപ്പെട്ട ചില ആളുകൾ നമുക്ക് സപ്പോർട്ടും തരുന്നുണ്ട്, ഡാമിന് വേണ്ടിയിട്ട് സപ്പോർട്ടും തരുന്നുണ്ട്. അപ്പോൾ രസകരമാണ്, ഇത് പഠിച്ചാൽ നല്ല രസകരമാണ്. തമിഴ്നാട്ടിലെ തന്നെ 2 വിഭാഗം ആളുകൾ, കുറച്ച് പേര് ഡാം വേണമെന്നുള്ള ആളുകൾ, കുറച്ച് പേര് മുല്ലപ്പെരിയാർ പുതുക്കി പണിയണമെന്നുള്ള ആളുകൾ, വേറെ കുറച്ച് പേരാണെങ്കിൽ അതിനകത്ത് ടണൽ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് പറയുന്നു. അപ്പോൾ ഇത് ഏതാണ് ശരി, ഏതാണ് നല്ലത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠനങ്ങളും ശുപാർശകളും ഉണ്ടാകട്ടെ. എന്തായാലും മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പൊട്ടുമോ എപ്പോൾ എന്ന് പറയാനൊരു ഉത്തരം നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ
ഒരു ജനത മുഴുവൻ ഇരുട്ടിൽ തൽപ്പുകയാണ്. അത് അങ്ങനെ നിൽക്കുന്നു. ഇപ്പുറത്ത് പാട്യ ഈ പിന്നെ തമിഴ്നാടുമായി കരാർ പങ്കുവയ്ക്കുന്നതുമായി, കർണാടകയുമായി കരാർ പങ്കുവയ്ക്കുന്നതുമായി വലിയ തർക്കം നടക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് പരിഹരിക്കാന്നറിയില്ല. എന്തായാലും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം കർണാടകവും കേരളവുമായിട്ടുള്ള വെള്ളത്തിൻ്റെ കാര്യത്തിൽ തമിഴ്നാട് ചൂടാവുകയാണ്. ഇനി വരുന്ന അടുത്ത ദിവസങ്ങളിൽ എന്തുമാത്രം ചൂടാവലുകളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടകളിലും ഇതെങ്ങനെ കയറി വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ തമിഴ്നാടുകാരുടെ വെള്ളം കൊണ്ട് മുറിവേൽക്കുന്ന ഒരു കളിയുണ്ടല്ലോ, അതായത് കാവേരിയിലെ വിഷയമായാലും മുല്ലപ്പെരിയാർ വിഷയമായാലും നദീജല കരാറുകളായാലും വലിയ തീ കൊണ്ടുള്ള ചൊറിച്ചിൽ കളിയാണ് അവർ കളിക്കുന്നത്. അത് അവർക്ക് രാഷ്ട്രീയമായി തന്നെ ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതേസമയം കേന്ദ്ര ഗവൺമെൻറ്റും CWCയും സെൻട്രൽ വാട്ടർ കമ്മീഷനും എല്ലാം കൂടി പിന്നെ ഈ നമ്മളെ മൂന്ന് കൂട്ടരെയും വിളിച്ചു ചേർത്ത്, അതായത് കർണാടകത്തെയും തമിഴ്നാടിനെയും കേരളത്തെയും വീട്ടിൽ ചേർത്ത് ഒരു സമവായം ഉണ്ടാക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത്. അതുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഒരു കീ റോൾ എടുക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര ആഭ്യന്തര വകുപ്പും അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ആഭ്യന്തര സംവിധാനവും മറ്റ് ഡാം സേഫ്റ്റി അതോറിറ്റിയും അതുപോലെ തന്നെ റിവർ ബേസിൻ അതോറിറ്റി ഉള്ള, അതായത് എന്താണ് വാട്ടർ കമ്മീഷൻ, സെൻട്രൽ വാട്ടർ കമ്മീഷനും ഡാം സേഫ്റ്റി അതോറിറ്റിയും പിന്നെ കോടതിയുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു ധാരണയുടെ പുറത്തു പോയാൽ മാത്രമേ മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ, തമിഴ്നാട് വിഷയം പരിഹരിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഡയലോഗുകൾ നടക്കട്ടെ, ചർച്ചകൾ തുടങ്ങി വയ്ക്കാം. എന്തായാലും ബീഹാറിൽ നിന്നുള്ള നമ്മുടെ നാട്ടിൽ വരുന്ന കാര്യങ്ങൾ ചിന്തിച്ചു പോകുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ശുഭവാർത്തകളല്ല വെള്ളത്തിൻ്റെ പേരിൽ നാട്ടിലും വിദേശത്തുമൊന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത് ഈ കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഒരു സമവായ ചർച്ച നടക്കുമോ എന്നുള്ളതാണ് കാലം കാത്തിരിക്കുന്ന ഒരു നീതി.